ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനിമേഷനാണ്. ഇതിലെ നായകൻ ഒരു പ്രൊഫഷണൽ അസാസിൻ, കൊലയാളിയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വധുവിനെ തേടി നടക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജനിച്ചത് മുതൽ സിംഗിൾ ആയതുകൊണ്ട് പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും പുള്ളിക്കാരൻ അറിയില്ല. പോരാത്തതിന് ഇദ്ദേഹത്തിന്റെ ജോലി വളരെ അപകടം പിടിച്ചതുമാണ്. അപ്പോൾ ഈ അസാസിൻ ഒരു കല്യാണം കഴിക്കുമോ അതോ കാലം മുഴുവൻ സിംഗിളായിരിക്കുമോ? നമുക്ക് നോക്കാം. തുടക്കത്തിൽ ഒരു മാഫിയ സംഘത്തിന്റെ മീറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ മാഫിയ ബോസിന് വൈൻ നൽകുന്നതിന് മുൻപ് ഒരാൾ അത് രുചിച്ചു നോക്കുന്നു. അതിൽ വിഷമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എല്ലാവർക്കും വൈൻ നൽകുന്നു. പക്ഷേ ബോസ് അത് കുടിച്ചുടനെ രക്തം ഛർദ്ദിച്ചു വീഴുന്നു. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ വെയിറ്ററായി വേഷം മാറിയെത്തിയ ഗെറോ ആണ്. ഗെറോ ഒരു പോയ്സൺ മാസ്റ്ററാണ്. ഗെറോ വീട്ടിലെത്തുമ്പോൾ തന്റെ സഹോദരി അഗാരിയെ കാണുന്നു. 3 മാസമായി ആ മാഫിയ സംഘത്തിന്റെ ഭക്ഷണത്തിൽ ചെറിയ അളവിൽ വിഷം കലർത്തി. അവരുടെ പ്രതിരോധശേഷി മാറ്റിയെടുത്താണ് ഗെറോ ഈ ദൗത്യം വിജയിപ്പിച്ചത്. എന്നാൽ അഗാരി ചോദിക്കുന്നത് ഗെറോയുടെ വിവാഹത്തെക്കുറിച്ചാണ്. താനൊരു കൊലയാളിയായതുകൊണ്ട് ആരും തന്നെ ഇഷ്ടപ്പെടില്ലെന്നും എന്നും സിംഗിളായി ഇരിക്കാനാണ് ആഗ്രഹമെന്നും ഗെറോ പറയും. പിന്നീട് ഗെറോ തന്റെ സുഹൃത്തായ ബഗ്മാസ്റ്ററെ കാണുന്നു. ബഗ്മാസ്റ്റർ താൻ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഗെറോ ഞെട്ടിപ്പോകുന്നു. തന്നെക്കാൾ മോശം അവസ്ഥയിലുള്ള സുഹൃത്തിന് പോലും ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്ന് ഗെറോ ഓർക്കുന്നു. വിവാഹമത്ര മോശം കാര്യമല്ലെന്ന് ഗെറോയ്ക്ക് അപ്പോൾ തോന്നുന്നു. അടുത്ത ദൗത്യത്തിനായി ഗെറോ പോകുന്നത് മെയ് എന്ന പെൺകുട്ടിയെ കൊല്ലാനാണ്. കല്യാണത്തിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്നൊരു ഫ്രോഡാണ് അവളെന്ന് ഗെറോയോട് ക്ലയന്റ് പറയുന്നു. ഗെറോ അവളെ പിടികൂടി വിഷം നൽകുന്നു. മരിക്കാൻ പോകുന്ന സമയത്ത് മെയ് പറയുന്നത് തന്റെ അനിയന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് താനിതൊക്കെ ചെയ്തതെന്നാണ്. ഗെറോ അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് സഹോദരി അഗാരിയുടെ ഫോൺ വരുന്നത്. ഗെറോ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി അഗാരിക്കിഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടിവരും. സഹോദരിയെ രക്ഷിക്കാൻ ഗെറോ ഒരു തീരുമാനമെടുക്കുന്നു. താൻ കൊല്ലാൻ വന്ന മെയ്യോട് ഗെറോ ചോദിക്കുന്നു, "നീ എന്നെ വിവാഹം കഴിക്കുമോ?" എന്ന്. പകരമായി അവളുടെ അനിയന്റെ ചികിത്സ ഗെറോ ഏറ്റെടുക്കാം എന്നും പറയുന്നു. മെയ് ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് കളിയാക്കുന്നു. പക്ഷേ ഗെറോയുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട് അവൾ അവനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. മെയ് സത്യത്തിൽ ഒരു പെൺകുട്ടിയല്ല, വേഷം മാറിയ ഒരു ആണാണെന്ന് പിന്നീട് ഗെറോ തിരിച്ചറിയുന്നു. മെയ് ഇപ്പോൾ ഗെറോയുടെ മാച്ച് മേക്കറായി മാറുന്നു. ഗെറോയെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്ന് മെയ് വാക്ക് നൽകുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൊലയാളി തന്റെ പ്രണയിനിയെ